പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയായിരുന്നു, സത്യമല്ല എന്ന് ഇപ്പൊ തലാലിന്റെ ജ്യേഷ്ഠൻ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് പറയുകയാണ്. അതായത് ലഹരിക്ക് അടിമയായിരുന്നു എന്ന കാര്യം അത് ശരിയല്ല. അതേപോലെ പാസ്പോർട്ട് ഇവളുടെ പിടിച്ചു വെച്ചിരുന്നു എന്നൊരു കാര്യം പറയുന്നു, അതും നുണയാണ് എന്നാ പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കാനേ നിവൃത്തിയുള്ളൂ. എന്ത് സംഭവിച്ചു, എന്താണ് സത്യം എന്ന് പറയാൻ കഴിയില്ല. പകരം മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിമിഷപ്രിയ കുറ്റം സമ്മതിച്ച ഒരു ആളായിരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 4 വർഷം മുമ്പ് വന്ന ഒരു ഓഡിയോ, അതായത് നിമിഷപ്രിയ പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ഓഡിയോ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ജനം ടിവിക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ, ആ ഒരു ഇന്റർവ്യൂവും ഈ ഒരു ഓഡിയോയും ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇവിടെ നിമിഷപ്രിയ രക്ഷപ്പെടേണ്ടവളാണോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടവളാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മറ്റൊരു മനുഷ്യന് അവകാശമില്ല. അത് അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ജനം ടിവിക്ക് അവർ കൊടുത്ത